ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണ് തൈര് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഏത് ടെമ്പറേച്ചറിലാണ് നമ്മൾ തൈര് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നന്നായെന്ന് നോക്കാം. നമ്മൾ ആദ്യത്തെ ഗ്ലാസ് വയ്ക്കുന്നത് കോൾഡ് മിൽക്കാണ്, നല്ല തണുപ്പുള്ള ഒരു മിൽക്ക്. രണ്ടാമത്തതില് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക്, റൂം ടെമ്പറേച്ചർ അല്ല, ഒരു ചെറിയ ഒരു ല്യൂക്ക് വാമിലില്ല, ചെറിയ നമ്മള് പാലൊക്കെ കുടിക്കില്ല ചെറിയ ചൂടില്, ആ ചൂടിലുള്ള പാലാണ് രണ്ടാമത്തെ ഗ്ലാസ്സിൽ വയ്ക്കുന്നത്. മൂന്നാമത്തതില് നല്ല ഹോട്ട് മിൽക്ക്, നല്ല തിളച്ച പാലാണ്. ഇങ്ങനെ 3 പാലും നമ്മൾ ഒരു ഗ്ലാസ്സിലെടുക്കും. എന്നിട്ട് ഒരേ അളവിൽ പാലെടുക്കും, ഒരേ അളവിൽ ഇതിലേക്ക് നമ്മൾ തൈര് വയ്ക്കും. എന്നിട്ട് ഏത് മിൽക്കാണ് ഏറ്റവും ബെസ്റ്റ് തൈര് തരുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ എന്റെ ഈ കയ്യിലുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടില്ല, ഒരു കോൾഡ് മിൽക്കാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഗ്ലാസ്സിൽ ഈ കോൾഡ് മിൽക്ക് ഒഴിച്ചേക്കാം. എല്ലാം ഒരേ അളവിലെടുക്കണേ. ഫസ്റ്റത്തേല് നമ്മൾ കോൾഡ് മിൽക്ക് എടുത്തു. ഇനി രണ്ടാമത്തേത് ഒരു ചെറിയ ചൂടിൽ വെക്കാം. മൂന്നാമത്തേത് നല്ല തിളച്ച പാലും വെക്കണം. അപ്പൊ ഇനി ഒരു പാത്രത്തില് പാൽ ഒഴിച്ച് വെക്കാം. എന്നിട്ട് ചെറു ചൂടില് ഒരു ഗ്ലാസ് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം മറ്റൊരു ഇതിലും വെക്കാം. അപ്പൊ പാലൊരു ചെറു ചൂടായപ്പോ നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ സെയിം അളവ് തന്നെ ഒഴിക്കണം, അളവ് തെറ്റാൻ പാടില്ല. ഞാനിപ്പോ ഒഴിക്കുന്നത് ഏകദേശം സെയിം അളവായിട്ടുണ്ട് രണ്ടും. ഇനി തിളച്ച പാലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ മൂന്നാമത് ഒഴിക്കാൻ പോകുന്ന പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സെറ്റ് പാല്, നല്ല തിളച്ച പാല്. ഇത് നമ്മൾ ഒരേ അളവിൽ, 3 ഒരേ അളവിലായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഇത് വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് തൈരാണ്. ഇത് ഒരേ അളവിൽ നമ്മൾ ഒരു കയ്യിലെടുത്തിട്ട് ഒരേ അളവിൽ നമ്മൾ ഈ കോൾഡ് മിൽക്കിലേക്ക് ഒഴിച്ചു. അതുപോലെ നമ്മുടെ ചെറു ചൂടുള്ള ഈ പാലിലേക്ക് ഒഴിച്ചു, ല്യൂക്ക് വാം മിൽക്കിലേക്ക് ഒഴിച്ചു. അതുപോലെ ഹോട്ടായിട്ടുള്ള മിൽക്കിലേക്കും നമ്മൾ ഈ തൈര് ഒഴിച്ചു വെച്ചു. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കുറച്ച് നമ്മൾ എടുത്തു വെക്കണം, കുറച്ച് സമയം എടുത്തു വെക്കണം. ഇതൊരു ഫെർമെന്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഈ പാല് മൊത്തം തൈരാവുന്ന ഒരു ടൈമിൽ എടുത്തു വെക്കണം. അപ്പൊ നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല തൈര് റെഡി ആയിട്ടുണ്ട്. ഏറ്റവും നല്ല തൈര് ഏതാണ്? അത് നമ്മൾ ചൂട് നല്ല തിളച്ച പാലിൽ ഉണ്ടാക്കിയതാണ്. ഇതൊരു മീഡിയം ചൂടിൽ ഉണ്ടാക്കിയത്, നല്ല തണുപ്പുള്ള പാലിൽ ഉണ്ടാക്കിയതാണ്. ഇനി നോക്കാം. ഇത് നല്ല തണുപ്പിൽ ഉണ്ടാക്കിയതിന്റെ കണ്ടോ, ഇങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ രണ്ടാമത്തേത് ചെറു ചൂടിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നല്ല തിളച്ച പാലിൽ ഉണ്ടാക്കിയിട്ടുള്ളതാ, പാല് പിരിഞ്ഞ പോലത്തെ ഒരു ഇതാണ് കിടക്കുന്നത്, കണ്ടല്ലേ. ഇത് ചെറു ചൂടിൽ ഉണ്ടാക്കിയിട്ടുള്ള യോഗട്ടിന്റെ ഒക്കെ ഒരു ഇതായിട്ടുണ്ട്. ഇത് നല്ല തണുപ്പുള്ള പാലിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഇത് നല്ല തണുപ്പുള്ളതാണ്. ഇത് ചെറു ചൂടിൽ ഉണ്ടാക്കിയത്. തിളച്ച പാലുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഏറ്റവും അടിപൊളിയായിട്ട് കേടായിട്ട് മാറിയിട്ടുള്ളത് ഈ ചെറു ചൂടിൽ നമ്മൾ പാല് വെച്ചിട്ടുണ്ടാക്കിയതായിട്ടാണ് ഏറ്റവും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ രണ്ടാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ഈ തണുപ്പുള്ള പാലിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ചൂട് നല്ല തിളച്ച പാലിൽ ഉണ്ടാക്കി എന്താ വെച്ചാല് പാലൊരു പിരിഞ്ഞതുപോലെ ഒക്കെ ഉള്ളതാണ്. എന്നാലും മോശം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ചെറു ചൂടിൽ ഉണ്ടാക്കിയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫെർമെന്റേഷൻ നടക്കുമ്പോൾ ബാക്ടീരിയക്ക് ഏറ്റവും വളരാൻ ഏറ്റവും സൂറ്റബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ചെറു ചൂടിലാണ്. ഒരു 40 ഡിഗ്രി സെൽഷ്യസിന്റെ ഒക്കെ ഒരു ചൂടിലാണ് ബാക്ടീരിയ പെട്ടെന്ന് വളരുക. അതുപോലെ ഇത് തണുപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാക്ടീരിയ ചാവുന്നില്ല, പക്ഷെ ബാക്ടീരിയയുടെ വളർച്ച അവിടെ നിൽക്കും. ബാക്ടീരിയ അവിടെ ഉണ്ടാവും, പക്ഷെ അതിന് നല്ല പ്രോപ്പറായിട്ട് വളരാൻ പറ്റില്ല. ഈ പാല് തിളപ്പിച്ചതിലൊഴിക്കുമ്പോൾ എന്താ ചെയ്യുക, ബാക്ടീരിയകൾ ഒരുപാട് ചത്തുപോകും. അത് വളരെയില്ല, ചത്തുപോകും. അതുകൊണ്ടാണ് ഇത് പ്രോപ്പറായിട്ട് തൈരാവാണ്ടിരുന്നതും ഇത് ഏറ്റവും
നല്ല രീതിയിൽ തൈരായി മാറിയതും ഇത് ഒരു ആവറേജ് രീതിയിൽ തൈരായി മാറിയിട്ടുള്ളത്. അതിന്റെ കാരണം എന്താണ്? ഇപ്പൊ ഇനി വീട്ടിലൊക്കെ തൈര് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. പാല് ഒരു ചെറു ചൂടിൽ, ഒരു 40°C ഒക്കെ ചൂടിൽ പാല് തിളപ്പിച്ച് അതിലേക്ക് തൈരിന്റെ ഒഴിച്ചിട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ ഒരു മൈക്രോവേവ് ഓവൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊരു 40° സെറ്റ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തൈര് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അടുപ്പത്ത് ചിലക്ക് ഒരു ചെറിയ ചൂടിൽ കിട്ടും. അല്ലാണ്ട് നമ്മൾ ഈ തൈര് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കരുത്. അതുപോലെ ഈ തിളച്ച പാലിലൊന്നും കൊണ്ടുപോയി വയ്ക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.